നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിയിൽ ശ്രദ്ധേയമായ ഒരു തിരിച്ചുവരവാണ് ഈ വാരത്തിൽ ഉണ്ടായത്. നിഫ്റ്റി 7600 മുകളിലാണ് ക്ലോസ് ചെയ്തത്. വലിയ ചാഞ്ചാട്ടം വിപണിയിൽ ഈ വാരത്തിന്റെ തുടക്കം മുതൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നിഫ്റ്റിയും സെൻസെക്സും ഭേദപ്പെട്ട ലെവലിൽ എത്തിയിരിക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തേക്ക് വിപണി കൂടി കടക്കുകയാണ്. ഏപ്രിൽ പ്രധാനമായും റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയം വരുന്നു. പലിശ നിരക്കിൽ വീണ്ടും കുറവുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 4ാം പാദ റിസൾട്ടുകളും വിപണി വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്നു. അതുപോലെ മാർക്കറ്റ് വാച്ചിന്റെ ഇലക്കം ആരംഭിക്കുന്നു. ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, ഈ വാരത്തിലെ ക്ലോസിംഗ് പ്രധാനമായും വലിയ തോതിലൊരു ചാഞ്ചാട്ടം വിപണിയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഈ വാരത്തിന്റെ തുടക്കം മുതൽ തന്നെ. എന്താണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചു, അതുപോലെ തന്നെ റിക്കവറി മാർക്കറ്റിൽ സംഭവിച്ചു. അതിന്റെ ഒരു പ്രധാന റീസൺ യു എസ് ഫെഡ് റിസർവ് എടുത്ത ഡിസിഷൻ, അതിൽ പ്രധാനമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യേണ്ട എന്നുള്ളൊരു ഡിസിഷൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് കണ്ടത്. ആ തേഴ്സ്ഡേ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി നമ്മൾ കണ്ടു. എന്നാൽ 7580 മുകളിലേക്ക് മാർക്കറ്റ് ഒരു സമയത്ത് വന്നിരുന്നു. ദെൻ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക്, ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതേ സെയിം ഡേ തന്നെ 7479 വരെ മാർക്കറ്റ് കറക്റ്റ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് 100 പോയിന്റ്സിനടുത്ത് ഒരു ദിവസം തന്നെ നിഫ്റ്റിയിൽ മൂവ്മെന്റ് ഉണ്ടായി. അപ്പോൾ വോളറ്റിലിറ്റി മാർക്കറ്റിൽ സംഭവിച്ചു. ദെൻ വീണ്ടും മാർക്കറ്റിൽ റിക്കവറി, വീണ്ടും 7600 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അത് മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ആണ് കാണുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ആ പ്രോഫിറ്റ് ബുക്കിംഗ് കൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ ഈ കറക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വീക്ക് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷനും അതുപോലെ തന്നെ റിക്കവറിയും മാർക്കറ്റിൽ സംഭവിച്ചു. ഒന്ന്, അതിന്റെ ഒരു പ്രധാന റീസൺ US ഫെഡിന്റെ മീറ്റിംഗ് വളരെ പോസിറ്റീവായിരുന്നു. ദെൻ അതിനുശേഷം മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് മൂവ് ചെയ്തു. ദെൻ വീണ്ടും മാർക്കറ്റിൽ ഒരു ബൈയിങ് സ്ട്രെങ്ത് കണ്ടു. FIs വളരെ ആക്റ്റീവായി മാർക്കറ്റിൽ ഒരു ബൈയിങ് സൈഡിലേക്ക് വന്നു എന്നുള്ളതാണ് മാർക്കറ്റിന്റെ. അതെ, ഈ ആഴ്ചയും 2500 crore ബൈയിങ് സൈഡിലാണ് ക്യാഷ് മാർക്കറ്റിൽ. അതേ സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് മോഡിലേക്ക് പോയി. ഒരു പ്രോഫിറ്റ്, ഒരു ഷോർട്ട്, ഇപ്പോഴത്തെ മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഒരു ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല. അതേ സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. അപ്പോൾ ഒരു കാരണവശാലും മാർക്കറ്റിൽ വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കും എന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അത്രത്തോളം അഡ്വൈസബിൾ അല്ല. അതേ സമയത്ത് വലിയൊരു മാർക്കറ്റിൽ ഹൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. ലാസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞു, ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് ആയിരിക്കാം മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു കോഷ്യസ് അപ്രോച്ച്. ഇപ്പോഴത്തെ കറന്റ് ലെവലിൽ നിന്നൊരു 100 to 150 പോയിന്റ്സിന്റെ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് 1 മന്തായി മാർക്കറ്റ് വാച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 7200 എന്ന് പറയുന്ന ഡൗൺ സൈഡും 7750 to 800 എന്ന് പറയുന്ന അപ്പർ സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് പ്രധാനമായിട്ടും കാണുന്നത്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ നേരത്തെ അഭിലാഷ് പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസിഷൻ, അതുപോലെ മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ ഈ 7th പേ കമ്മീഷൻ, അതുപോലെ തന്നെ മൺസൂൺ ഫോർകാസ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിസിഷൻ, ഇതൊക്കെ തന്നെ റൂറൽ സ്പെൻഡിങ് കൂടാം. അത് ചിലപ്പോൾ ഇക്കണോമിയിൽ ചെറിയ രീതിയിൽ റിക്കവറി സംഭവിക്കും. ദെൻ 4th ക്വാർട്ടർ റിസൾട്ട്, അത് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പോൾ ഈ ഘടകങ്ങളും അതോടൊപ്പം തന്നെ ഗ്ലോബലി സംഭവിക്കാവുന്ന ന്യൂസുകൾ, ഗ്ലോബൽ ഇക്കണോമിയിലും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ സംഭവിക്കാവുന്ന മൂവ്മെന്റ് ഒക്കെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിന്റെ മൊമെന്റം ഇമ്മീഡിയറ്റ് പോസിറ്റീവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക എന്നുള്ള ഒരു അഡ്വൈസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാനുള്ളത്. ടെക്നിക്കലി മാർക്കറ്റിൽ ഇപ്പോഴത്തെ ടെക്നിക്കൽ സ്ട്രെങ്തിലാണ്, മാർക്കറ്റിൽ കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്. 700 ബ്രേക്ക് വേണമെങ്കിൽ 750 വരെ മൂവ് ചെയ്യാം. ഡൗൺ സൈഡ് മാർക്കറ്റിന്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 7350 അല്ലെങ്കിൽ 7400 വരുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഒരു ലോങ് ടൈം വൈഡ് റേഞ്ച് മാർക്കറ്റ് 7200 എന്ന് പറയുന്ന ഡൗൺ സൈഡും 7800 എന്ന് പറയുന്ന അപ്പർ സൈഡും. ഈ ഒരു ലെവൽ വിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ RBIയുടെ റേറ്റ് കട്ട്, 4th ക്വാർട്ടർ റിസൾട്ട്, ഗ്ലോബലി വരാവുന്ന ഏതെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ മാത്രമേ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. പോയ വാരത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായിരുന്നു ഫാർമ സെക്ടറിലുണ്ടായിരുന്ന ഒരു സെൽ ഓഫ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ത് എന്നുകൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒപ്പം തന്നെ ഇന്ത്യ ചില നിരോധനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ സെക്ടറിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ ഈ വാരത്തിൽ കണ്ടത്. എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം?
ഗവൺമെൻറ് എടുത്ത് ചില ബാൻ ഫോർമുലേഷൻ മെഡിസിനിൽ കൊണ്ടുവന്ന ബാൻ, പക്ഷെ അത് ഡൽഹി ഹൈക്കോർട്ട് ഒരു ലിഫ്റ്റ് ചെയ്തു, 2 വീക്സിന് അത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫാർമ കമ്പനികളുടെയും 60% റവന്യൂവിനെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് വീക്ക് ആ സെക്ടർ ഓൾമോസ്റ്റ് ഒരു 7% കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ അതാണ്. അതോടൊപ്പം തന്നെ ലൂപ്പിനെ സംബന്ധിച്ച് ഫ്രൈഡേ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ, ഫാർമയിൽ വലിയ കറക്ഷൻ കണ്ടിന്യൂസ്. ഇപ്പോൾ ഒരു 1800 1550 സ്റ്റോക്ക് മൂവ് ചെയ്തു. US FDA ഇവരുടെ ഗോവ പ്ലാന്റ് വിസിറ്റ് ചെയ്ത് 9 റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് നോട്ടീസ് കൊടുക്കുകയും അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തതിനെ ബേസ് ചെയ്ത് CLSA ഡൗൺഗ്രേഡ് ചെയ്തു. അതാണ് ലൂപ്പിനിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫ് വരാനുള്ളൊരു പ്രധാന റീസൺ. പക്ഷെ ഇതിന് കൃത്യമായുള്ള ക്ലാരിഫിക്കേഷൻ ഇവർ കൊടുക്കുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ലാതെ പോകും. അതല്ലെങ്കിൽ ലൂപ്പിൻ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓവറോൾ ഗവൺമെൻറ് ഡിസിഷനാണ് ഈ സെക്ടറിന് ഇത്രത്തോളം നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ. പക്ഷേ അതൊരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതിന് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ഡിസിഷൻ വരും. പക്ഷേ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലാണ് ഫാർമ സെക്ടറൊക്കെ മൂവ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ഫാർമ സെക്ടറിന്റെ റിസ്ക് എന്ന് പറയുന്നത് US FDA പോലെയുള്ള ഇങ്ങനെ വരുന്ന ഡിസിഷൻ, ഗവൺമെന്റ് ഡിസിഷനൊക്കെ തന്നെ വളരെയധികം വോളറ്റിലിറ്റി ഈ സെക്ടറിൽ കൊണ്ടുവരും. വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ്, അതല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി, അതാണ് ഈ സെക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. ഒരു ലിവറേജ് ചെയ്ത് പോകുന്നത് ഈ സെക്ടറിൽ അത്രത്തോളം അഡ്വൈസബിൾ അല്ല. നമ്മളുടെ കയ്യിലുള്ള ഫണ്ടിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതായിരിക്കാം ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് നല്ലത്. ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് ഇനി കടക്കാം. അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് നമ്മൾ പോകുന്നു. ശ്രീ അബ്ദുൽ കരീമിന്റെ മെയിലാണ് ഏറ്റവും ആദ്യം പരിശോധിക്കുന്നത്. അദ്ദേഹം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ചും നിശ്ചിത സംഖ്യ, ഏകദേശം 20,000-30,000 രൂപ പ്രതിമാസം ഒരു 5 വർഷം കാലയളവിൽ വിപണിയിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ചില സ്റ്റോക്കുകൾ അദ്ദേഹം ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചിട്ടുമുണ്ട്. ആ സ്റ്റോക്കുകളിലേക്ക് കിടക്കാം. അശോക് ലൈലാൻഡ്, ഫസ്റ്റ് സോഴ്സ്, ഫെഡറൽ ബാങ്ക്, HCL, ഹിൻഡാൽകോ, ഐഡിയ, മദേഴ്സൺ, ONGC, SBI, സ്റ്റോർ വൺ, സൺഫാർമ, വേദാന്ത ആൻഡ് സുരാന സോളാർ എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് ഒരു SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഇതിന്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഞാൻ പറയാം. ശേഷം എനിക്കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടെ അഡ്വൈസബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള സ്റ്റോക്ക് ആയിരിക്കും. ഇതിൽ അശോക് ലൈലാൻഡ് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 90 and 76 രണ്ട് സപ്പോർട്ടിലാണ്. 104 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഫസ്റ്റ് സോഴ്സ് ആണ് 30 and 25 രണ്ട് സപ്പോർട്ട് ലെവൽ. 44 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഫെഡറൽ ബാങ്ക് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. വാല്യുവേഷൻ ഫെയർ ആണ്. ഒരു റിക്കവറി സ്റ്റോക്കിൽ സംഭവിച്ചു. അഗെയിൻ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ കറക്ഷൻ സംഭവിക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വീണ്ടും ചിലപ്പോൾ 7,000 ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി, അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഗ്ലോബലി വരാവുന്ന നെഗറ്റീവ് ന്യൂസുകൾ, 4th ക്വാർട്ടർ റിസൾട്ട്, അതുപോലെ മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ്, ഇങ്ങനെയുള്ള കുറേ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് 6,800 അല്ലെങ്കിൽ 7,000 വരുമോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലുപരി അതാത് സമയങ്ങളിലാണ് ഇതിൻ്റെയൊക്കെ റീസൺസ് സംഭവിക്കുക. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റോക്കിലൊക്കെ കറക്ഷൻ സംഭവിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഫെഡറൽ ബാങ്കിൻ്റെ വാല്യുവേഷൻ ഫെയർ ആണ്. ലാസ്റ്റ് വീക്ക് നമുക്കറിയാം 6,800 വരെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ 2 വീക്സിനുള്ളിൽ 7,600 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും വളരെ ഷാർപ്പായിട്ടുള്ള സെല്ലിംഗ് സംഭവിക്കുമ്പോൾ അതുകൊണ്ടാണ് ബൈയിങ് സൈഡിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഇതിൽ ഫെഡറൽ ബാങ്ക് 41 and 36 ഒക്കെ എന്ന് പറയുന്നത് വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം വരാവുന്നൊരു ലെവലാണ്. ഇപ്പോൾ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴത്തെ കറണ്ട് വാല്യുവേഷൻ പോലും വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 57 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോഴും ഈ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോയിന്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ് ഫോർ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും. ഇപ്പോഴത്തെ ലെവലിൽ മാർക്കറ്റിൽ ഒരു റിക്കവറി കാണുന്നുണ്ട്. പക്ഷെ അത് ഒരു വലിയ റൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പോൾ ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ അഡ്വൈസബിൾ. ഇതിൽ HCL ടെക് ആണ്. 800 and 740 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 910 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് സെലക്ഷൻ വളരെ നല്ലത് തന്നെയാണ്. ദെൻ ഹിൻഡാൽകോ സെക്ടറിൽ വന്നിരിക്കുന്ന ചില ചേഞ്ചസ് തന്നെയാണ് ഈ സ്റ്റോക്ക് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്ത് 75 and 70 രണ്ട് സപ്പോർട്ട് ലെവലാണ്.
94 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. 94 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ സ്റ്റോക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ദെൻ ഐഡിയ സെല്ലുലാർ 94 ആൻഡ് 86 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 120 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് എല്ലാം തന്നെ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കൊക്കെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ദെൻ മദേഴ്സ് ആൻഡ് സുമിയാണ് 220 ആൻഡ് 200 280 ആണ് സ്റ്റോക്കിൽ വരാവുന്ന ഒരു ടാർഗറ്റ് അതല്ലെങ്കിൽ റെസിസ്റ്റൻസ്. ദെൻ ONGC 190 ആൻഡ് 160. 160 ഒക്കെ ഞാൻ പറയുമ്പോൾ മാർക്കറ്റിൽ വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം വരാവുന്ന റേഞ്ചാണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 190 തന്നെയാണ്. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് 150 ആൻഡ് 132. ഇപ്പോൾ വളരെ ഈ ലാസ്റ്റ് വീക്കൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഫെയർ ആണ്. ഇപ്പോൾ നമുക്കറിയാം റീസ്ട്രക്ചറിങ് നടക്കുന്നു, വളരെയധികം ചേഞ്ചസ് ഈ സെക്ടറിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ചിലപ്പോൾ കറക്ഷൻ മോഡിലേക്ക് വീണ്ടും പോകാം, റിക്കവറിയും സംഭവിക്കാം. വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 150 132 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ 132 എന്ന് പറയുന്ന ഈ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ടുകൾ മോശമാവുക, അതല്ലെങ്കിൽ റേറ്റ് കട്ട് വരാതിരിക്കുക, മൺസൂൺ മോശമാവുക, ഇങ്ങനെ ആ സെക്ടർ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് ബാങ്ക് ആ ഒരു ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. നോർമൽ ഒരു കറക്ഷനിൽ 150 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. 230 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റോർ 1 ആണ് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഫെയർ ആണ്. 40 ആൻഡ് 31 രണ്ട് സപ്പോർട്ട് ലെവൽ. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൺ ഫാർമ സെക്ടറിൽ ഒരു കറക്ഷൻ നേരിട്ടു. അതിൽ 2-3 റീസൺസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അപ്പോൾ സൺഫാർമ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 780 720 ലെവലിലേക്ക് വരികയാണെങ്കിൽ 2 സ്റ്റേജ് ആയിട്ട് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ലാസ്റ്റ് വീക്ക് ആ സെക്ടർ എല്ലാം തന്നെ 7% കറക്റ്റ് ചെയ്തു. അതിൽ ലൂപ്പിൻ വളരെ ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ടു. അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. 900 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വേദാന്തയാണ്. വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഇപ്പോഴത്തെ ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ്. 80 ആൻഡ് 68 രണ്ട് സപ്പോർട്ട് ലെവൽ. 110 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സുരന സോളാറാണ്. വാല്യുവേഷൻ അത്രത്തോളം ഫെയർ അല്ല, ഒരു ഫണ്ടമെന്റലി സൗണ്ട് അല്ല, പക്ഷെ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകർക്ക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 20 ആൻഡ് 15 രണ്ട് സപ്പോർട്ട് ലെവൽ. 35 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഞാൻ ഈ എപ്പിസോഡിൽ ഇപ്പം SIP ചില സ്റ്റോക്കുകൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ചില സ്റ്റോക്കുകൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഫണ്ടമെന്റലി അത്ര സ്ട്രോങ് അല്ലാത്ത സ്റ്റോക്കുകൾ. നമ്മൾ ഇതിനു മുമ്പും പലപ്പോഴും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് വേണ്ടി ചില സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പ്രത്യേകിച്ചും ഫ്രണ്ട് റൺ സ്റ്റോക്കുകൾ ഒപ്പം തന്നെ നല്ല അടിസ്ഥാനമുള്ള സ്റ്റോക്കുകൾ നിർദ്ദേശിക്കാനുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫണ്ടമെന്റലി സൗണ്ട് ആയുള്ള സ്റ്റോക്കിൽ, പ്രത്യേകിച്ച് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിന് ഒരു മൾട്ടി ബാഗർ പോലെ ഒരു സ്റ്റോക്കിൽ ഉപരി കുറച്ചുകൂടെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. അതിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബാങ്കിങ് സ്റ്റോക്ക് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് റിക്കവറി സംഭവിച്ചു, പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പോഴത്തെ കറന്റ് വാല്യുവേഷനോ അല്ലെങ്കിൽ കറക്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ആവറേജ് ബൈങ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടേയിരിക്കും. അതേ ഒരു 5 ഇയർ ടൈം ഫ്രെയിമോടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. ആക്സിസ് ബാങ്ക് അതിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ദെൻ കോൾ ഇന്ത്യ വളരെ ഫെയർ വാല്യൂവിൽ പോകുന്നു, ഫ്യൂച്ചർ വളരെ സേഫ് ആണ്. അതുകൊണ്ട് ആക്സിസ് ബാങ്ക് ആൻഡ് കോൾ ഇന്ത്യ. ദെൻ ലാർസൻ ആൻഡ് ടൂബ്രോ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ഇന്ത്യ ബിൽഡ് ചെയ്യുമ്പോൾ അത് L&T ലാർസൻ ആൻഡ് ടൂബ്രോ ഇല്ലാതെ സംഭവിക്കില്ല. അതുകൊണ്ട് L&T നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാവുന്നതാണ്. എല്ലാ 2 ഇയേഴ്സും ബോണസ് കൊടുക്കുന്നതും നല്ല ഡിവിഡൻഡ് പേയിങ് കമ്പനി തന്നെയാണ്. ദെൻ മാരിക്കോ വളരെ സൗണ്ട് ആയിട്ടുള്ള ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു, വളരെ ഫെയർ വാല്യൂവിൽ ഇപ്പോൾ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ടാറ്റ മോട്ടോഴ്സ്, ഇതെല്ലാം ഞാൻ പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെ. ടാറ്റ മോട്ടോഴ്സ് ഒക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. അവരുടെ സെയിൽസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, വാല്യുവേഷൻ ഫെയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ ടാറ്റ സ്റ്റീൽ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി നമ്മൾ കണ്ടു. ചൈനയുടെ ചെറിയ റിക്കവറി, ജപ്പാനിൽ ചെറിയ റിക്കവറി. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലും ഗ്ലോബൽ ഇക്കണോമിയിൽ വരുന്ന റിക്കവറിയാണ് ഈ മെറ്റൽ സെക്ടറിലുള്ള ഈ ഒരു പുൾ ബാക്കിനുള്ള ഒരു പ്രധാന റീസൺ. പക്ഷേ ഈ കറണ്ട് ലെവലിൽ ചിലപ്പോൾ ചെറിയ കറക്ഷൻ സംഭവിക്കാമെങ്കിലും ഇപ്പോഴത്തെ രീതിയിൽ മൊമെന്റം ഈ മെറ്റൽ സെക്ടറിൻ്റെ ഒക്കെ തന്നെ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് ടാറ്റ സ്റ്റീൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് വളരെ സൗണ്ട് ഫണ്ടമെന്റൽസ്, എല്ലാ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. ഈ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെന്റിന് അതല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഫാർമ സെക്ടറിൽ
നമുക്ക് പരിഗണിക്കാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഡോക്ടർ റെഡ്ഡീസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ പരിഗണിക്കാം. ദെൻ ടെക് മഹീന്ദ്രയാണ് IT സെക്ടറിലെ വാല്യൂഷൻ ഫെയർ ആയിട്ടുള്ള ഒരു IT കമ്പനിയാണ്, സ്റ്റോക്കും പരിഗണിക്കാം. ദെൻ അൾട്രാടെക് സിമെൻറ്റ് സെക്ടറിലെ തന്നെ ഏറ്റവും നല്ല റിട്ടേൺ നൽകുന്ന വളരെ ഫെമിലിയറായ ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഒരു സിമെൻറ്റ് കമ്പനിയാണ് അൾട്രാടെക്. അപ്പോൾ ഈ ഇത്രയും കമ്പനികൾ ആക്സിസ് ബാങ്ക്, കോൾ ഇന്ത്യ, L&T, അതുപോലെ തന്നെ മാരിക്കോ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, LIC ഹൗസിംഗ് ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡീസ് ആൻഡ് ടെക് മഹീന്ദ്ര, അൾട്രാടെക്, ഇത്രയും സ്റ്റോക്കുകൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിന് പകരം എനിക്കൊന്ന് കുറച്ചുകൂടെ ബെറ്റർ സ്റ്റോക്ക്, കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ടും ബെറ്റർ ഫണ്ടമെൻ്റൽസും സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. SIP മാതൃകയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ ചില സ്റ്റോക്കുകളാണ് ഭുവനേന്ദ്രൻ ഇപ്പോൾ സൂചിപ്പിച്ചത്. മാർക്കറ്റ് വാച്ച് തുടരുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത മെയിലിലേക്ക് പോകുന്നു. ആതിര മനുവിൻ്റെ മെയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വിപ്രോ, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്ര, സൺഫാർമ, ഫ്യൂച്ചർ കൺസ്യൂമബിൾ, BHEL ആൻഡ് കാഡില, ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ വിപ്രോ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 520 ആൻഡ് 500 രണ്ട് സപ്പോർട്ടുകൾ, 590 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദ റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്ര 400, 360 ഇപ്പോഴത്തെ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഷോർട്ട് ടേം മാർക്കറ്റിൽ ചിലപ്പോൾ കറക്ഷൻ സംഭവിക്കാം, പക്ഷേ ഒരു സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. 540 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ FCCL ആണ് 19 ആൻഡ് 14 ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഇവിടുത്തെ വാല്യുവേഷൻ ഫെയർ തന്നെയാണ്. 27 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ BHEL 102, 86 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 140 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 140 ലെവലിലേക്ക് വരികയാണെങ്കിൽ ലോവർ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ നിക്ഷേപകരൊക്കെ തന്നെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ BHEL ഒന്ന് എക്സിറ്റ് ചെയ്ത് റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സ്റ്റോക്ക് ഈ ലാസ്റ്റ് ഇയർ 280 വരെ ഹൈ പോയതിന് ശേഷമാണ് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ നേരിട്ടത്. ദെൻ കാഡില ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 320 ലെവൽ വരികയാണെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ്. 320 ആൻഡ് 300 രണ്ട് സപ്പോർട്ടാണ്. രണ്ട് ലെവലായിട്ട് ഈ സ്റ്റോക്കിൽ പോർട്ട്ഫോളിയോയിൽ എൻട്രി ചെയ്യുന്നത് നന്നായിരിക്കും. 380 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ അയോണക്സ് വിൻഡ് ആണ്, ഫെയർ ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്നു, വാല്യുവേഷൻ ഫെയർ തന്നെയാണ്. 240 ആൻഡ് 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 370 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ഈ ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഈ റെസിസ്റ്റൻസ് പോയിന്റിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ആഴ്ച 7600 മുകളിലാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. തുടക്കത്തിൽ നമ്മൾ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ടെക്നിക്കലി ഈ ആഴ്ചയെ അടുത്ത വരാനിരിക്കുന്ന ആഴ്ചയായിട്ട് കാണാം. ടെക്നിക്കലി ഇമ്മീഡിയറ്റ് സപ്പോർട്ട് മാർക്കറ്റിന്റെ 7480 ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, ദെൻ 7400 രണ്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. 7700, 750 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നെക്സ്റ്റ് വീക്കിൽ. ഈ രണ്ട് ലെവൽ വളരെ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് ഒരു അപ്പർ സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ് മാർക്കറ്റ്. പക്ഷേ വളരെ കോഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കുക. ഡൗൺ സൈഡ് 7480, 7400 പറയുന്ന ഇമ്മീഡിയറ്റ് ഡൗൺ സൈഡും 7750, 700 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസുമായിട്ട് മൂവ് ചെയ്യാനാണ് നെക്സ്റ്റ് വീക്ക് സാധ്യത. മാർക്കറ്റ് വാച്ചിന്റെ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് നിങ്ങളുടെ കത്തുകൾ അയക്കേണ്ടത്. ഹെഡ്ജ് എഗ്രിയസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.